ഈ ഒരു ലോഗോ AI ഇമ്പാക്ട് സമ്മിറ്റിൻ്റെ ലോഗോ ഡിസൈൻ ചെയ്തത് അജിത്താണ് അല്ലേ? എങ്ങനെയാണ് അതിലേക്ക് വരുന്നത്? ആ ഒരു ലോഗോ ഡിസൈനിങ് എങ്ങനെയാണ് എത്തിപ്പെടുന്നത്? ഞാൻ ആദ്യം പറയാം, എൻ്റെ പേര് അജിത് പി സുരേഷ്. ഞാൻ ഡിജിറ്റൽ ഇന്ത്യ ഭാഷണിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. ഭാഷണിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ മിനിസ്ട്രി റിലേറ്റഡ് കാര്യങ്ങളെല്ലാം നമ്മൾ വാച്ച് ചെയ്തല്ലോ. അപ്പോൾ അന്നേരം ഈ മൈ ഗവ് പോർട്ടലിൽ ഈ കോമ്പറ്റീഷൻ വന്നു. അപ്പോൾ അന്നേരം നമ്മൾ AI റിലേറ്റഡ് സബ്ജക്റ്റാണ് ഡീൽ ചെയ്യുന്നത്. ഇപ്പോൾ ഭാഷയിൽ ഇന്ത്യൻ ലാംഗ്വേജസിൻ്റെ മോഡൽസാണ് അതിൽ അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ അന്നേരം കണ്ടു ഒരു കൗതുകം. പിന്നെ ചെറുപ്പത്തിൽ വരയ്ക്കുകയൊക്കെ ചെയ്തായിരുന്നു. പിന്നെ അപ്പോൾ ആ ഒരു ഡിസൈനിങ് ചെറിയൊരു കൺസെപ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്തും ഇതിൽ അവർ പറഞ്ഞ കുറച്ച് കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ നമുക്കൊരു എത്തിക്സിനെ കൊണ്ടുവരണം. ഇന്ത്യയിലാണ് ഇത് സൗത്ത് ഗ്ലോബലിൽ ആദ്യമായി വരുന്ന ഈ സമ്മിറ്റ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് കൺസെപ്റ്റ്സ് ഒക്കെ വന്നപ്പോൾ എൻ്റെ ഐഡിയയിൽ തോന്നി, ഓക്കെ, ഇന്ത്യൻ റെപ്രസെൻ്റ് ചെയ്യണം. അപ്പോൾ അതിൽ എത്തിക്സ് കുറച്ച് കൊണ്ടുവരണം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അശോക ചക്രം അതിലുള്ള ഒരു ഐഡിയ തോട്ട് വരുന്നത്. പിന്നെ ഡെഫിനറ്റ്ലി AI എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ഒരു ന്യൂറൽ നെറ്റ്വർക്ക്സ് ആണ് ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്യുക. അപ്പോൾ അന്നേരം എനിക്ക് തോന്നി, ഓക്കെ, ന്യൂറൽ നെറ്റ്വർക്ക്സിന് ഒരു ഇന്ത്യൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതിനൊരു ഫ്ലെയർ പോലെ. അപ്പോൾ അങ്ങനെയാണ് ഫ്ലെയറിലോട്ട് എത്തിയത്. പിന്നെ അതിലെ ഡിസൈനും കളേഴ്സും പിന്നെ ഞാൻ വെച്ച് നോക്കിയാൽ അതിന് പല ഇൻഡസ്ട്രീസും റീജിയൻസും എല്ലാം കൊളാബറേറ്റ് ചെയ്തതാണ് ഇന്ത്യ. പിന്നെ നമുക്ക് AI വെച്ച് ഇന്ത്യ ഷുഡ് അഡ്രസ് ഓൾ ദീസ് ഫോർ ദ വേൾഡ് വിത്ത് എത്തിക്സ്, അങ്ങനത്തെ ഒരു ചെയ്തു. ഓക്കെ. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഇന്ത്യ ഒട്ടാകെ ഈ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നല്ലോ അല്ലേ? അത്രയും പേര് പങ്കെടുത്തിരുന്നു. എനിക്ക് തോന്നുന്നു ഏകദേശം എത്ര പേര് ഈ ഒരു 600 പേരിൽ നിന്നാണ് അന്നത്തെ സെലക്ഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ ഡൽഹി പോയിട്ട് അശ്വിനി വൈഷ്ണവ് മിനിസ്റ്ററിൻ്റെ ഞാൻ അവാർഡെല്ലാം മേടിച്ചിരുന്നു. അപ്പോൾ നല്ലൊരു റെക്കഗ്നേഷൻ ആയിരുന്നു നാട്ടിലും എല്ലാവരുടെയും. ഇപ്പം എൻ്റെ സ്വദേശം തൃശ്ശൂരാണ്. അപ്പോൾ അന്നും എല്ലാവരും നാട്ടിലെല്ലാവർക്കും ഇപ്പോൾ ഓക്കെ ഇത് 7 ആളാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ പറയും. ഓക്കെ.